തിരക്കഥാകൃത്ത് നിഷാദ് കോയ തിരക്കഥ മോഷ്ടിച്ചുവെന്ന ആരോപണം. കണ്ണൂർ സ്വദേശിയായ യുവ എഴുത്തുകാരൻ പ്രസന്നനാണ് ആരോപണം ഉന്നയിച്ചത്. തന്റെ തിരക്കഥയിൽ നിഷാദ് കോയയുടെ സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയതായി പ്രസന്നൻ ആരോപിച്ചു. നടപടി ആവശ്യപ്പെട്ട് നിഷാദ് കോയക്കെതിരെ പ്രസന്നൻ ഫെഫ്കയ്ക്ക് പരാതി നൽകി. മലയാളം സിനിമയിൽ ഇപ്പോൾ കഥാമോഷണം വലിയ വിവാദമാവുകയാണ്. കണ്ണൂർ സ്വദേശിയായ ഒരു സിനിമാ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ 6 വർഷം മുമ്പ് എഴുതി പൂർത്തിയാക്കിയ സിനിമാ നിർമ്മാണത്തിനായി തയ്യാറാക്കിയ തിരക്കഥ മോഷ്ടിക്കപ്പെട്ടു എന്ന പരാതിയുമായി ഫെഫ്കയെ സമീപിച്ചിരിക്കുന്നു. തിരക്കഥാകൃത്ത് എം പ്രസന്നൻ റിപ്പോർട്ട് ടിവിക്കൊപ്പം ചേർന്നു. താങ്കളുടെ കഥ 2018 അത് പൂർത്തിയാക്കുന്നു. അത് സിനിമയാക്കാനുള്ള പ്രവർത്തനങ്ങൾ അത് കോവിഡ് കാരണമാണ് തടസ്സപ്പെടുന്നത്. ഇത് മോഷ്ടിക്കപ്പെട്ടു എന്ന് എപ്പോഴാണ് ശ്രദ്ധയിൽപ്പെടുന്നത്? നിഷാദ് കോയ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ എൻ്റെ സ്ക്രിപ്റ്റ് മോഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നിഷാദ് കോയയാണ് എൻ്റെ സ്ക്രിപ്റ്റ് വെച്ചിട്ട് അതുപോലെ വേറൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അതിപ്പോൾ ഹാൽ എന്ന് പറഞ്ഞ സിനിമയായിട്ട് ഷൂട്ടിംഗ് തുടങ്ങിയിരിക്കുകയാണ്. അതിനെതിരെയാണ് ഞാൻ പരാതി ഫെഫ്കയിൽ കൊടുത്തിരിക്കുന്നത്. ഈ നിങ്ങളുടെ സ്ക്രിപ്റ്റ് എപ്പോഴായിരുന്നു നിഷാദ് കോയക്ക് വായിക്കാൻ അത് നൽകിയിരുന്നത്? ഈ 2018 തന്നെ ഞാൻ കൊടുത്തതാണ്. ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. ഇപ്പോൾ പരസ്പരം സ്ക്രിപ്റ്റ് വായിക്കാറും കഥകളെപ്പറ്റി സംസാരിക്കാറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത് വായിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞാണ് എത്രയും പെട്ടെന്ന് ഇത് സിനിമയാക്കണമെന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ച ആളാണ്. സ്ക്രിപ്റ്റ് പൂർണ്ണമായും വായിച്ചതിന് ശേഷമാണോ നിങ്ങളുടെ റോഷിപാൽ എന്താണ് ഈ നിഷാദ് പറയുന്നത്? ഫെഫ്കയ്ക്കെതിരെ അല്ലെങ്കിൽ ഫെഫ്കയിൽ പരാതി നൽകിയിട്ടുണ്ട് നിഷാദ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്ഷമിക്കണം, പ്രസന്നൻ ഫെഫ്കയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇതിന് മറുപടിയായി ഈ നിഷാദ് പറയുന്നത്? നിഷാദിനെ നമ്മൾ പ്രതികരണത്തിനായി ബന്ധപ്പെട്ടെങ്കിലും ഇപ്പോഴും ബന്ധപ്പെടാൻ കഴിയുന്നില്ല, ഫോൺ എടുക്കുന്നില്ല. ഏതായാലും ഈ പരാതി ഫെഫ്കയ്ക്ക് ലഭിച്ചതായി ഫെഫ്കയുടെ ഭാരവാഹികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പരാതി പരിശോധിക്കുന്നുണ്ട് എന്ന് ഫെഫ്ക ഭാരവാഹികൾ അറിയിച്ചു. മലയാളി ഫ്രം ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഗുരുതരമായ ആരോപണം ഉന്നയിച്ച തിരക്കഥാകൃത്ത് കൂടിയാണ് ഈ നിഷാദ് കോയ. നിഷാദ് കോയക്കെതിരെയാണ് സുഹൃത്തു കൂടിയായ തിരക്കഥാകൃത്ത് കണ്ണൂർ സ്വദേശി എം പ്രസന്നൻ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്. 2017 തന്നെ ഈ തിരക്കഥ അത് വായിക്കാൻ നിഷാദ് കോയക്ക് നൽകിയിരുന്നു. തങ്ങൾ ഒരുമിച്ചായിരുന്നു കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. പലപ്പോഴും തന്റെ തിരക്കഥ ഏറ്റവും മികച്ചതാണെന്ന് നിഷാദ് കോയ പറഞ്ഞു. പക്ഷേ തന്റെ അതേ സാമ്യമുള്ള ഒരു തിരക്കഥ തയ്യാറാക്കി നേരത്തെ നാദിർഷയുടെ മുന്നിൽ അവതരിച്ച ഘട്ടത്തിൽ തനിക്കത് മനസ്സിലായി തന്റേതാണെന്ന്. അപ്പോൾ തന്നെ തെറ്റ് ചൂണ്ടിക്കാണിച്ചെങ്കിലും അത് തിരുത്താമെന്ന മറുപടി നൽകി. പിന്നീട് ആ സിനിമ താൻ എടുക്കുന്നില്ല എന്ന മറുപടിയാണ് നിഷാദ് കോയയുടെ ഭാഗത്തുണ്ടായത്. അതുകൊണ്ട് തന്നെ താൻ ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നീട് ഇപ്പോൾ ഇതിന്റെ പ്രൊഡക്ഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോഴാണ് തന്റെ തിരക്കഥ മോഷ്ടിക്കപ്പെട്ടു എന്ന വിവരം അറിയുന്നത്. അതിനെ തുടർന്ന് വീണ്ടും നിഷാദ് കോയയെ ബന്ധപ്പെട്ടു. നിഷാദ് കോയ കൃത്യമായ മറുപടി നൽകിയില്ല. തുടർന്നാണ് നീതി തേടി ഫെഫ്കയെ സമീപിച്ചത് എന്നാണ് പ്രസന്നൻ പറയുന്നത്. ഓക്കെ, റോഷിപാലാണ് നമുക്കൊപ്പം ചേർന്നത്.